നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക് ടു ഡെയിലി വ്ളോഗ്സ്. ഞാൻ സത്യമായിട്ടും വെനസ്ഡേയും സാറ്റർഡേയും രാത്രി 8 മണിക്ക് ഓരോ ലെങ്തി വീഡിയോ, അപ്പം ഞാൻ മൺഡേ ട്യൂസ്ഡേ ഇട്ടില്ല. അപ്പോൾ ആ രണ്ട് വിശേഷങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വെനസ്ഡേ ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ കുറച്ച് ലെങ്ത്തും ഉണ്ടാവും, എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും എന്ന് എഴുതിയിട്ടാണ്. സത്യമായിട്ടും ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ ഡെയിലി ഇടുന്നത് നിർത്തിയതാണ്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരുപാട് മെസ്സേജസും കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ടും ഒക്കെ ഡെയിലി വ്ളോഗ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അതല്ല കണ്ടൻറ്റ്, ഞാനാണ് കണ്ടൻറ്റ്. ഇങ്ങോട്ട് കാണീര്. ഏട്ടൻ വീഡിയോ എടുത്താൽ എന്നെ കാണിക്കൂല. ആ മെസ്സേജസും കമൻറ്റ് ബോക്സിൽ കമൻസും വന്നതിൻ്റെ പേരിൽ ഞാൻ കരുതി ഡെയിലി വ്ളോഗ്സ് ഇടാമെന്ന്, വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ കരുതി. ഇന്നലെ രാത്രി അമ്മ എനിക്ക് മെസ്സേജ് അഹങ്കാരി, നിന്നെ സ്നേഹിക്കുന്ന ആളുകളോട് നിനക്ക് നീ എന്തോന്ന് കാണിക്കണം, ഇപ്പം ഉള്ള സ്നേഹം എല്ലാവരും നിന്നെ വെറുക്കും, അഹങ്കാരി. ഞാനൊരു ആരാധികയായിട്ട് എന്നെ കണക്കാക്കി ഞാനും 11 മണിയാകുമ്പോൾ നോക്കിയിരിക്കും, പ്ലീസ് വീഡിയോ ഇട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അമ്മയും മെസ്സേജസും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാൻ കരുതി എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്കും ഒരു മാതിരി കേട്ടോ. 11 മണിയായപ്പോൾ ആ റീൽസ് ഇട്ടിട്ട് അങ്ങോട്ടൊരു സുഖം കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയാലും ഒരു ലെങ്തി വീഡിയോ ആയിട്ട് ഇടുമ്പോൾ അതൊരു വേറൊരു സുഖം കേട്ടോ. എനിക്കും അത് കണ്ടിട്ട് ഞാൻ കരുതുകയാണ്, എൻ്റെ 11 മണിയാകുമ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ കുറേ പേരിങ്ങനെ ഇരിപ്പുണ്ടാവേ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാതെ വരുമ്പോൾ അവരും ശ്രീകുട്ടി നീ വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് തന്നെ എല്ലാവരും പറയുന്നത്. ഇത്രയേറെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ കരുതിയില്ല നിങ്ങൾ ഇങ്ങനെ ഒരു സ്നേഹം എനിക്ക് തരുമെന്നുള്ളത്. എനിക്കറിയില്ല കേട്ടോ അതെങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഉള്ള കണ്ടൻറ്റ് വെച്ച് ഡെയിലി വീണ്ടും വീഡിയോസ് ഇടാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ ഇടണ്ട, സത്യം പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നാളെ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയാണ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു എനിക്ക് വീഡിയോ ഇടാനായിട്ട്. പക്ഷേ ഞാൻ കരുതി ഇന്നലെയും മെനിങ്ങാന്നും എടുത്ത് വെച്ചിട്ടുള്ള ഉള്ള കണ്ടൻറ്റ് വെച്ച് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. കാരണം അത്രയേറെ സ്നേഹിക്കുന്നവർ, എനിക്കറിയില്ല, സ്നേഹമല്ല അതിനപ്പുറം എന്തോ ആണ്. എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇന്ന് മുതൽ ഉള്ള കണ്ടൻറ്റ് വെച്ച് ഇതിലോട്ടിട്ട് വീഡിയോ ഇടാൻ കരുതി കേട്ടോ. രാവിലെ വേദി സ്കൂളിൽ പോകാനായിട്ട് റെഡിയാക്കി. കറണ്ട് രാത്രി 12 മണി മുതലില്ല. ഇൻവെർട്ടറിലും വെള്ളം കുറവായിട്ട് അതും വർക്കാവാൻ കുറച്ച് മടി. എങ്കിലും ഞാൻ രാത്രി 12 മണി കറണ്ട് പോയപ്പോൾ ഇൻവെർട്ടർ വർക്കാവുന്നില്ല. പിന്നെ അതിനെ വന്ന് ഞാൻ ക്ലിയർ ചെയ്തൊക്കെ ശരിയാക്കി. എന്തോ മരം എന്തോ ഒടിഞ്ഞ് വീണ് കിടന്നിട്ട് കറണ്ടില്ല. അങ്ങനെ വേദയ്ക്ക് ഇന്ന് 12 മണി വരെ ക്ലാസ്സുള്ളൂ. സ്കൂളിൽ ചോറ് കൊണ്ടുപോകണ്ട. അതുകൊണ്ട് പുട്ടും കടലക്കറിയും ഉണ്ടാക്കി. സാലഡിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നലെയും മെനിങ്ങാന്നും എന്തൊക്കെ വിശേഷങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കണ്ടു നോക്കൂ. ഒരുപാട് സന്തോഷം, സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പോൾ ബാക്ക് ടു ഡെയിലി വ്ളോഗ്. സോ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. ഇത് സൺഡേ ആണ്. ഒരു 10-11 മണിയാവും. രാവിലെ തന്നെ അമ്മ പ്രോൺസ് ബിരിയാണി വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ എനിക്ക് ഭയങ്കര ആക്രാന്തമാണ് കേട്ടോ. എന്നെ കരുതിയിട്ടാണ് അമ്മ പ്രോൺസ് ബിരിയാണി വെച്ചത്. അങ്ങനെ പ്രോൺസ് ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. ഇത് വെച്ചപ്പോഴേ അമ്മ പറയും, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് വെച്ചിട്ട് നീ ഒരു വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അതേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്മ പ്രോൺസ് ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റ് ആട്ടോ. ഇത് സൺഡേലത്തെ വീഡിയോ ആണേ. പ്രോൺസ് ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ തിരുമല വീട്ടിൽ വന്നു. അപ്പോൾ വസ്ത്രയിൽ ഓണം സാരീസൊക്കെ വന്നതുകൊണ്ട് ഒന്ന് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തേക്കാമെന്ന് കരുതി. ഇത് ഓണം ഷൂട്ടല്ല, ജസ്റ്റ് വസ്ത്രയുടെ ഒരു ഷൂട്ടായിരുന്നു. സാരീസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. അങ്ങനെ സൺഡേ ടീനയും ടെസിയും ഫ്രീ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൺഡേ പ്ലാൻ ചെയ്തു. രാവിലെ തന്നെ നെട്ടയത്ത് നല്ല മഴ കേട്ടോ. അപ്പോൾ ഷൂട്ടെല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്തതാണ്. പിന്നെ കരുതി നെക്സ്റ്റ് വീക്ക് ചെയ്യാമെന്ന് കരുതി. പിന്നെ കരുതി നെക്സ്റ്റ് വീക്കും ഇതേ തന്നെയാണെങ്കിൽ അവസ്ഥ. പിന്നെ ഒരു രാവിലെ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട് പിന്നെ നല്ല വെയിൽ വന്നു കേട്ടോ. മഴക്കാറും വന്ന് നിൽക്കുന്നു, വെയിലും വന്ന് നിൽക്കുന്നു, അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഷൂട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് 12 മണിക്ക് ശേഷം നേരെ ഞാൻ വീട്ടിലേക്ക് വരുന്നത്. ഞാനത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ടീനയും ടെസി എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ടീനയും ടെസിയും അവർ മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരിപ്പോൾ എന്തോ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിങ്ങത്തിൽ നിറയെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ബ്രൈഡ്സിന് എന്തോ അവർ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. 30% എന്തോ ബ്രൈഡ്സിന് അവർ ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ബ്രൈഡ്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് 30% ഡിസ്കൗണ്ട് പറഞ്ഞു. എന്താണ് ഏതാണെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരേ. അവരുടെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാവേ.
ഈ ഫോട്ടോഷൂട്ടെല്ലാം വളരെ പെട്ടെന്നായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അവർ അവൈലബിൾ ആണോ എന്ന് നോക്കും, അവരെനിക്ക് മെസ്സേജ് ഇടും. അപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു കഥകളി ഇതിൽ വരുന്ന ഒരു സാരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സാരി സെയിലായി കേട്ടോ, ഓൾറെഡി 2-3 പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം സെയിലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പീസ് അവൈലബിൾ അല്ല. അപ്പോൾ കഥകളിയിലൊരു ഗ്രീനിഷൊക്കെ വന്നതുകൊണ്ടും കഥകളി ഒക്കെ ആയതുകൊണ്ടും പച്ചപ്പൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഒരു ഗ്രീൻ ബ്ലൗസ് തന്നെ കൊടുക്കാമെന്ന് കരുതി ഗ്രീൻ ബ്ലൗസ് വാങ്ങാൻ ഞാൻ പോയതാണ്. അപ്പോഴാണ് ചീമയ്ക്ക് ഇതുപോലൊരു ബ്ലൗസ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ചീമയുടെ ബ്ലൗസ് എടുത്തത്. ചീമയുടെ ബ്ലൗസ് എടുത്തപ്പോൾ എനിക്ക് കൈയെല്ലാം കറക്റ്റ്, ബാക്കി നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര വലുതായിട്ട് ഇടപ്പുണ്ട് കേട്ടോ. പിന്നെ ഷേപ്പ് ചെയ്തെടുത്തു. നമ്മൾ സാരിയൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ബ്ലൗസൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചാലും വെറുതെ വേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കാനങ്ങ് മെനക്കെടാത്തത്. അത് ഷേപ്പ് ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ജുവലറി വന്നിട്ട് കമ്മലും മാലയും നെക്ക് പീസും ഒക്കെ എൻ്റെതെന്ന് പറയുമ്പോൾ എനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ്. ആ ഇളക്കത്താലി ജാൻവി ബൈ അനു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഗ്രീൻ കളർ നെക്ക് പീസ്, സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് പീസാണ്. ലക്സൺ ലൂം ബൈ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വളരെ മുന്നേ എനിക്ക് അയച്ചിട്ടുള്ളതാണ്. രണ്ടും സെപ്പറേറ്റ് ആണ്, പെയർ ചെയ്തിട്ടേക്കുന്നതാണേ. 2 പേജും ഞാൻ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ നിന്ന് ഓൺലൈൻ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഇയർ ജിമിക്ക് ഞാൻ അതല്ലാതെ വാങ്ങിയതാണ്. പിന്നെ സാരി നമ്മുടെ വസ്ത്രയുടേതാണ്. ഫോട്ടോഗ്രാഫർ വന്നിട്ട് സുമേഷാണ്. പുള്ളിയെ അറിയാൻ തോന്നുന്നു, കഴിഞ്ഞ നമ്മുടെ ഫോട്ടോസ് എല്ലാം ചെയ്തത് സുമേഷാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് വെള്ളയാണിയാണ്. പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന വെള്ളയാണിയിലേക്ക് വന്നപ്പോൾ അവിടെ പ്രകൃതിയില്ല, രമണീയില്ല എന്നുള്ളത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ കായലും കുറേ വള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ 200 രൂപ കൊടുത്താൽ വള്ളത്തിൽ കയറാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വള്ളത്തിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫ്ലവേഴ്സ് രാവിലെ വന്നിരുന്നെങ്കിൽ നിറയെ വിരിഞ്ഞ് നിന്നാണ് കേട്ടോ. മൊട്ട് നിറയെ നിപ്പുണ്ട്, താമര മൊട്ട് നിറയെ നിപ്പുണ്ട്, വിരിഞ്ഞതൊന്നും ഉണ്ടായില്ല. പിന്നെ ഉള്ളതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ. മെയിനായിട്ട് എനിക്ക് വള്ളത്തിൽ കയറി ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നു. ബാക്ക്ഗ്രൗണ്ടിൽ താമരപ്പൂക്കളും വേണമെന്നുണ്ടായിരുന്നു. അത് താമരപ്പൂക്കൾ നടന്നില്ല, വള്ളത്തിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തു. 200 രൂപ ചേട്ടനും കൊടുത്തു. എന്നിട്ട് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ എന്തൊക്കെയോ റോഡ് പണികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. കാർ നമ്മുടെ ലൊക്കേഷൻ വരെ പോയില്ലായിരുന്നു, കാർ കുറച്ച് മാറ്റിയിട്ടിട്ടാണ് നടന്നാണ് പോയത്. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന എൻ്റെ ഹീൽസ് ഇട്ട് നടന്ന് ഒന്നാമത് റോഡ് ഫുൾ പൊട്ടിപ്പൊളിയും കിടക്കുമായിരുന്നു. നടന്ന് എൻ്റെ കാലെല്ലാം പൊട്ടി. പിന്നെ കുറച്ചുകൂടെ ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഫോട്ടോസ് ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് പിന്നെ എടുത്തില്ല കേട്ടോ. എന്നിട്ട് അവിടെ നമ്മുടെ മുട്ട കിട്ടുന്ന കടയുണ്ടായിരുന്നു, ആ കടയിൽ കയറി മുട്ടയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ വീണ്ടും കുറ്റിയും പറിച്ച് ഞാൻ നെട്ടയത്ത് വന്നു. കുഞ്ഞിപ്പെണ്ണ് അങ്ങനെ കിടക്കുകയാണ്, കാര്യമൊക്കെ പറഞ്ഞ് കിടക്കുകയാണ്. ആശാത്തി ഇപ്പം നല്ല ഉറക്കമൊക്കെ ഉണ്ട്. രാത്രിയൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു എണ്ണ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വീണ്ടും 10-12 മണി വരെ കിടന്നുറങ്ങും. പിന്നെ ഉറങ്ങത്തില്ല, പിന്നെ വൈകിട്ടേ ഉറങ്ങത്തുള്ളൂ. പിന്നെ വൈകിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ, അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കള്ളിപ്പെണ്ണ കൈ ഭയങ്കര ചൂപ്പല കേട്ടോ. അതിനെ മാറ്റി വയ്ക്കും, വീണ്ടും കൈ ചൂപ്പും, മാറ്റി വയ്ക്കും, വീണ്ടും കൈ ചൂപ്പും, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അങ്ങനെ കളിയും ചിരിയുമായിട്ടൊക്കെ കിടക്കുകയാണ്. അത് ചോറും കപ്പയും മീൻകറിയും ഉണ്ട്. ഇത് തന്നെയാണ് ഇവിടെ വരാനുള്ള മെയിനായിട്ടുള്ള കാരണം. വലിയ നവരമീൻ, റെഡ് കളർ മീനില്ലേ, അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വരുമോ ചോദിച്ചു. പിന്നെ എന്തായാലും വന്നേക്കാന്ന് കരുതി. നമ്മൾ ഇടുക്കിയിൽ നിന്ന് പറിച്ചിട്ട് വന്ന ജാമ്പമുളകാണ്. അത് വലിയ എരിവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഉടങ്കല്ലി മുളകിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു മുളക്, അത്ര ഫീലിങ്സേ ഉള്ളൂ. എരിവുണ്ട്, പക്ഷെ ആ ഉടങ്കല്ലി മുളകിൻ്റെ മണവും ഒരു എരിവും അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ഈ വെന്തുടങ്ങിയ കപ്പയാണ് എനിക്കിഷ്ടം. ഐസ്ക്രീം പോലെ ഇരിക്കുന്ന കപ്പയാണ് എനിക്കിഷ്ടം. പക്ഷേ ആ കപ്പ അല്ലായിരുന്നു, അത് വേവാത്ത കപ്പയായിരുന്നു. പിന്നെ എന്തെങ്കിലും കിട്ടിയതാവട്ടെ എന്ന് പറഞ്ഞ് അതെല്ലാം കൂടെ വാരി വലിച്ച് വിഴുങ്ങിയിട്ട് നേരെ ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ഞാനൊന്നും കുക്ക് ചെയ്തില്ല. നവരമീനും കപ്പയും കൂടി കൊണ്ടുവന്നിട്ടാണ് ഏട്ടനും ലഞ്ചൊക്കെ കഴിച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോൾ വേദ ട്യൂഷന് വിട്ടിട്ട് നമ്മുടെ ജയിലിലെ റെസ്റ്റോറൻ്റ് ഇല്ലേ, ഫ്രീഡം ഫുഡ് ഫാക്ടറി, അവിടെ വന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വെട്ടുകാട് കുറച്ച് ഫുഡ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ കർത്തങ്കൽ പാസിൽ പോയപ്പോൾ ഞാൻ നേർച്ച ചില്ലറയൊന്നും അല്ല. പിന്നെ ഒന്ന് നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്ക് എന്തെങ്കിലും വിശേഷം ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കും. അത് വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷവും സമാധാനവുമാണ്. ഇപ്പം നമ്മൾ എത്ര ദൈവങ്ങളടുത്ത് പോയി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ഒരു നേരത്തെ ആഹാരം നമ്മൾ ഒരാൾക്കെങ്കിലും വാങ്ങിക്കൊടുത്താൽ അവരെപ്പോഴെങ്കിലും അവരുടെ പ്രാർത്ഥനയിൽ നമ്മളുണ്ടാവും. അത് മതിയാവും ചിലപ്പോൾ നമ്മൾ ഉയരങ്ങളിലെത്താനും നമുക്ക് നല്ലത് വരാനും ഒക്കെ അത് മതിയാവും കേട്ടോ. അതുകൊണ്ട് ഇതെനിക്കിഷ്ടമുള്ള കാര്യമാണ്. വളരെ പണ്ട് മുതലേ അതിപ്പോൾ നമ്മുടെ എല്ലാ വിശേഷങ്ങൾക്കും ചെയ്യില്ലായിരുന്നു. വേദയുടെ ബർത്ത്ഡേ സമയങ്ങളിലൊക്കെ ഞാൻ എവിടെയെങ്കിലും ആഹാരം കൊടുക്കുമായിരുന്നു. പിന്നെ കോവിഡ് ആയപ്പോൾ അതൊന്നും നടക്കാതെ വന്നു, പിന്നെ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു നല്ലത് വന്നാൽ ഉടനെ തന്നെ ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ.
ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാടൊക്കെ ലേറ്റായി, വൈകുന്നേരം 4 മണിയായിട്ടോ. പിന്നെ ഉച്ചയ്ക്കൊക്കെ വെച്ച ബിരിയാണി ചിലപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ ചീത്തയാവും. പിന്നെ കിഴി പൊറോട്ട കണ്ടു, പിന്നെ കിഴി പൊറോട്ടയാണ് വാങ്ങി എല്ലാവർക്കും കൊടുത്തു. പറ്റുന്നത്, നിങ്ങൾക്കും പറ്റുന്നത് ഒരു 5 പേർക്കായാലും നമ്മൾ എത്രയോ പൈസ എന്തിനെല്ലാം കളയുന്നു. ഒരു 5 പേർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള കാശ് നമ്മൾ മാറ്റി വെച്ചവർക്ക് വാങ്ങിക്കൊടുത്താൽ വിശന്ന് വലങ്ങിയിരിക്കുന്നവരാവും, അവർക്കതൊരു നേരത്തെ ഉപകാരമാവും കേട്ടോ. ഇവിടെ ഞാൻ വെട്ടുകാടാണ് കൊണ്ടു കൊടുത്തത്. ചിലപ്പോൾ ഞാൻ വഴിയരികിലിരിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അവിടെയെങ്ങും എപ്പോഴും കാണില്ല. വെട്ടുകടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങും. ചിലർ കാശ് ടീമുകൾ തന്നെയാണ് വന്ന് വാങ്ങുന്നത്. എങ്കിലും ഞാൻ ചെയ്യേണ്ടത് ചെയ്തല്ലോ എന്നുള്ളത് മനസ്സിൻ്റെ സമാധാനം. ഇപ്പോൾ കാശ് ടീമായാലും അവർ ചിലപ്പോൾ വിശന്ന് വലങ്ങിയിരിക്കുന്നവരാവും. ഒരു നേരത്തെ ആഹാരം കിട്ടുമ്പോൾ ഒരു സമാധാനം ആവുമല്ലോ. അത് നിങ്ങളും ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. ഒരു ആൾ ചെയ്യുന്നത് ഒരു ചെവി അറിയരുതെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾ ചെയ്താലോ. ഒരാൾക്ക് ഒരു 5 പേർക്ക് ഒരു നേരം ബിരിയാണിയോ ഒന്നും വേണ്ട, ഒരു നേരത്തെ ഊണ് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ അത് നമുക്കും ഭയങ്കര മനസ്സിന് സന്തോഷമായിരിക്കും കേട്ടോ. അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അത് കഴിഞ്ഞ് നേരെ ഞാനൊരു ചാലയിൽ ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾസെയിലായിട്ട് ഈ മേക്കപ്പ് സാധനങ്ങളെല്ലാം കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ. ബ്യൂട്ടീഷ്യൻസിനെല്ലാം ഇവിടെയാണ് വന്ന് വാങ്ങുന്നത്. കാരണം ഇവിടെ നല്ല ഹോൾസെയിൽ റേറ്റിനൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി ഞാൻ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് റീൽസായിട്ട് ഞാൻ കാണിക്കാവേ. മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കുറച്ച് പ്രൈമർ, ഫൗണ്ടേഷൻ, അങ്ങനെയൊക്കെ വേണ്ട എല്ലാ ഹൈലൈറ്ററും എല്ലാം വാങ്ങിച്ചു. ഞാനങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാത്ത ആളാണ്. പിന്നെ നമുക്ക് പ്രൊമോഷൻ വീഡിയോ ഒക്കെ വരുമ്പോൾ അതിൽ അത്യാവശ്യമായിട്ടും മേക്കപ്പ് ആവശ്യമാണ്, അതുകൊണ്ട് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ കാണാത്തപ്പോൾ എത്രത്തോളം ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ ടാറ്റാ, ബൈ ബൈ.